അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടി പോവരുത്, 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തത്. ഇനി നെയ്യും ഉപ്പും ഈ മാവിന്റെയും അതുപോലെ തന്നെ റവയുടെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുമിച്ച് അങ്ങ് ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ. കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം കൂടിയുണ്ട്. ബാക്കിയിരിക്കുന്ന 1/2 കപ്പ് വെള്ളം മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ റവ ചേർത്തുകൊണ്ട് റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പൊ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ 1 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്കും റവയ്ക്കും വെള്ളത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് എടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് എടുക്കാവുന്നതാണ്. ഇപ്പൊ മാവ് 1 മിനിറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റവ ചേർത്ത് കൊടുക്കരുത്. അതിന് പകരം നിങ്ങൾ ഗോതമ്പ് പൊടി ചേർത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഈ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ. ഇനി മാവൊന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് മൂടി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചക്കപ്പഴമാണ്. ഞാനിപ്പോ നല്ല പഴുത്തിട്ടുള്ള വരിക്ക ചക്കപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ പുറത്തുള്ള ചകിടിയൊക്കെ മാറ്റിയിട്ടുണ്ട്. 15 ചക്കച്ചോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഉള്ളിലുള്ള ചക്കക്കുരുവൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ചക്കപ്പഴം മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ചക്കപ്പഴം മുഴുവനും ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒട്ടും വെള്ളം ഇല്ലാതെ വേണം ഇതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ചക്കപ്പഴം അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ബ്രൗൺ ഭാഗമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇനി നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 3 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ തേങ്ങ നല്ലോണം ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പൊ നമ്മൾ ചെറുകിയ തേങ്ങ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പൊ അതാവുമ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങ ഒക്കെ എടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് 3/4 കപ്പ് പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ശർക്കര ഉരുക്കി എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ആയി പോകരുത്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിച്ച ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഈ ശർക്കര ഒന്ന് ഉരുക്കി വരട്ടെ. ഒരു നൂൽ പാവൊന്നും ആയി പോകരുത്. ജസ്റ്റ് ഒന്ന് ഉരുക്കി എടുത്താൽ മാത്രം മതിയാവും. ഇപ്പൊ ശർക്കര എല്ലാം ഉരുക്കി കിട്ടിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നൂൽ പാവൊന്നും ആവരുത്. ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച തേങ്ങ മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടിയിടരുത്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഒരു 2 മിനിറ്റ് ഒക്കെ ആയപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി.
ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ മുഴുവനും ശർക്കരയായിട്ട് ഇതാ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചക്കപ്പഴം അടിച്ചു വെച്ചത് മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി കിട്ടാനുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം യോജിച്ച് കട്ടിയായി കിട്ടും. അപ്പം നെയ്യ് ചേർത്തതുകൊണ്ട് പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ അത് യോജിച്ച് കട്ടിയായി കിട്ടും. ഇപ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റായി. ഇപ്പോൾ പാനിൽ നിന്ന് ഇതാ ഒട്ടിപ്പിടിക്കാതെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി കിട്ടും. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ മാറി നല്ലോണം ഇതാ കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇതാ കറക്റ്റായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കാം. ഇപ്പം ഇതാ ഒരു ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള കുറച്ച് മിക്സ് ഇതാ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഒരു രീതിക്ക് വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മാവ് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മാവ് എടുക്കാം. ഇനി ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഇപ്പൊ മാവ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചക്കപ്പഴത്തിന്റെ മിക്സ് ഉരുട്ടിയെടുത്തില്ലേ ഒരു നാരങ്ങ വലിപ്പത്തിൽ, ആ വലിപ്പത്തിൽ വേണം ഈ മാവും ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന ഉരുളകൾ രണ്ടും മാവിന്റെ ഉരുളയും അതുപോലെ തന്നെ ചക്കപ്പഴത്തിന്റെ ഉരുളയും ഒരേ വലിപ്പത്തിൽ വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഉരുട്ടിയെടുത്തതിൽ നിന്നും ഒരു ഉരുള മാവ് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തൊടുമ്പോൾ തന്നെ പരന്ന് വന്നോളൂ. ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചക്കപ്പഴത്തിന്റെ ഒരു ഉരുള വെച്ചു കൊടുക്കാം. ഇനി മാവ് എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വാഴയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ വാഴയിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. വാഴയില ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. ഇപ്പോൾ അത് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അത് തൊടുമ്പോൾ തന്നെ പരന്ന് വന്നോളും. കനം കുറച്ച് എല്ലാ വശവും ഒരേ കനത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പൊ ഇതാ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇലയിൽ നിന്ന് ഈസി ആയിട്ട് ഇതാ വിട്ട് വരും. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം വാഴയിലയിൽ എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി. വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ തൊടുമ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആണ്, പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. ഇപ്പൊ എല്ലാ വശവും ഒരേ കനത്തില് ഇതാ കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ഇലയിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്യ് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ ഇലയിൽ നിന്നും ഇളക്കിയെടുത്ത മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ പുറത്ത് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു സൈഡ് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഒരു സൈഡ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നില്ലേ, അതുപോലെ അങ്ങ് ചുട്ടെടുത്താൽ മതിയാവും. ഈ സൈഡും ഒന്ന് വെന്ത് വരട്ടെ. അപ്പൊ രണ്ട് സൈഡും ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നെയ്യ് തടവിയ ഒരു പാനിലേക്ക് നമ്മൾ പരത്തിയെടുത്ത മാവ് ഇതുപോലെ ഇലയിൽ നിന്നും എടുക്കാതെ നേരിട്ട് ഇങ്ങനെയും ഇട്ട് കൊടുക്കാം. ഇട്ട് ജസ്റ്റ് ഈ ഇല ഒന്ന് ഇളക്കിയെടുക്കാം. ഈസി ആയിട്ട് ഇളക്കി വരുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഒരു സൈഡ് ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ ഒരു സൈഡ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ രണ്ട് സൈഡും ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഇപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. മാത്രവുമല്ല ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിന്റെ ഫില്ലിങ്ങിന് ആ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. ഇപ്പൊ ചക്കപ്പഴം ധാരാളം കിട്ടുന്ന സമയമാണ്. ഇതുപോലെ വരിക്ക ചക്കപ്പഴം കിട്ടുന്ന സമയം ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി നോക്കാം. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ തീർച്ചയായും ഇത് കഴിച്ചു പോകും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പലഹാരമാണ്. കടയിൽ നിന്ന് ഒരുപാട് കാശ് ചെലവാക്കി കെമിക്കൽ അടങ്ങിയ പലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കാതെ ഇതുപോലെ നാടൻ രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ തയ്യാറാക്കി കൊടുക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്